തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ട് ഡിസ്ട്രിക്റ്റിലെ അതിപുരാതനമായ ഒരു പോർട്ട് സിറ്റിയാണ് മാമല്ലപുരം അല്ലെ മഹാബലിപുരം. അപ്പോൾ വെൽക്കം ബാക്ക് ടു നമ്മൾ മഹാബലിപുരത്തേക്ക് എത്തി. അപ്പോൾ മഹാബലിപുരത്തേക്ക് ഇപ്പം നമ്മൾ പോകാൻ പോകണമെന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ടെമ്പിളാണ്, കേവ് ടെമ്പിളിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകണമെന്ന് നോക്കിയോട്ടോ. ഇതാണ് കേവ് ടെമ്പിളിൻ്റെ ഉള്ളിൽ കണ്ട, ടെമ്പിളിൻ്റെ ഉള്ളിൽ കണ്ട. ഇതേപോലെ തന്നെ ഇവിടെയും കണ്ട. നമ്മളിപ്പോൾ കേവ് ടെമ്പിളിൻ്റെ ഉള്ളിലിരിക്കും കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഇരിക്കാൻ കണ്ട. കേവ് ടെമ്പിളിൻ്റെ ഉള്ളിലാണ്. ഇപ്പം എൻ്റെ ബാക്കിലിരിക്കുന്നതാണ് കൃഷ്ണ മണ്ഡപം കണ്ടോ. ഇപ്പം നമ്മൾ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ കൃഷ്ണ മണ്ഡപവും കേവ് ടെമ്പിളും കണ്ടുവരികയാണ് കണ്ട. അതിൻ്റെ ബാക്കിൽ കണ്ട. കണ്ട. ഇനി നമ്മൾ ഡയറക്റ്റ് ഉള്ളിലേക്ക് പോവാണ്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇനി കുറേ കാണാനുണ്ട്. കണ്ടോ, ഇതാണ് ആർക്കിയോളജിക്കൽ മാപ്പ് അവരുടെ. കണ്ട, ഇവിടെ കറങ്ങാനുള്ള ആർക്കിയോളജിക്കൽ മാപ്പാണ് അത്. കണ്ട, ഇത് കണ്ട, ഇതാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ. ഇപ്പൊ എൻ്റെ ഉമ്മറത്ത്, നിങ്ങളിപ്പോ ക്യാമറ ഉമ്മറത്ത് കാണുന്നതാണ് കൃഷ്ണാസ് ബട്ടർ ബോൾ. കണ്ട, നമ്മളിപ്പോ കയറാൻ പോകുന്ന കൃഷ്ണ ബട്ടർ ബോളിലാണ്. കണ്ട, കൃഷ്ണ ബട്ടർ ബോളിലെ സ്ട്രക്ചർ കണ്ടോ. കണ്ട, കല്ല് എങ്ങനെ നിൽക്കുന്ന കണ്ട. ഇപ്പൊ ഞാൻ കണ്ട കൃഷ്ണ ബട്ടർ ബോളിലെ അടിയിലാണ് ഇരിക്കുന്നത്. കണ്ട, കണ്ട. ഇപ്പൊ കൃഷ്ണാസ് ബട്ടർ ബോളിൽ നമ്മൾ കയറി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണം. അടുത്ത സൈറ്റ് കാണാൻ വേണ്ടി നമ്മൾ നടന്നുകൊണ്ടേയിരിക്കണം. കണ്ട, ഇതുണ്ട് ഒരു കിണർ പോലെ സംഭവം. നോക്കിക്കേട്ടോ. കണ്ട, വെള്ളം സ്റ്റോർ ചെയ്യാനാണ് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് കണ്ട, ശിവലിംഗമൊക്കെ വെച്ചിട്ട്. ഇവിടെ കണ്ട ഒരു അമ്പലം.
കണ്ട ഒക്കെ ഫുള്ള് കല്ലുകൊണ്ട് കെട്ടിയിരിക്കുന്ന മണ്ഡപമാണ് കേട്ടോ. കണ്ട അപ്പോൾ നമ്മൾ കല്ല് കണ്ടിട്ട് ഇറങ്ങുകയാണ്. കണ്ട കല്ലെല്ലാം ഒരു അമ്പലം കണ്ടിട്ട് ഇറങ്ങുകയാണ്. ഇപ്പം എൻ്റെ ബാക്കിൽ കാണില്ലേ, അതാണ് അമ്പലം. കണ്ട നല്ല വെയിലാണ് കേട്ടോ. ഫുൾ ഒരു കല്ലിൽ കൊത്തിവെച്ച സാധനങ്ങളാണ് ഇതൊക്കെ. കണ്ട അടുത്തത് ആനയെ കൊത്തിവെച്ചിരിക്കണുണ്ടോ. ഇതെല്ലാം സിംഗിൾ സ്റ്റോൺ ഒരു കല്ലിൽ മൊത്തം കൊത്തിവെച്ചിരിക്കുന്നത്. കണ്ട ആന, മയിൽ, കണ്ട ചെറിയ കുട്ടി ആന. കണ്ട ഈ പല്ലവ രാജവംശത്തെ നരസിംഹവർമ്മ വൺ പറഞ്ഞ രാജാവാണ് ഈ മഹാബലിപുരം കെട്ടിയത്. കണ്ട ഓരോ ഇത് കണ്ട അടിപൊളിയായിട്ടില്ലേ. ഇതാണ് വരാഹ ടെമ്പിൾ. കണ്ട ഇപ്പം നമ്മൾ കയറുന്ന അമ്പലത്തേക്ക് തൂണൊക്കെ കണ്ട. ഈ സൈഡ് വലിയൊരു തൂണ്. ഇതൊക്കെ കണ്ട ഫുൾ അടിപൊളിയായിരുന്നു. കണ്ട ഈ അമ്പലത്തിൻ്റെ ബാക്കിൽ തന്നെയാണ് ലൈറ്റ് ഹൗസ്. കണ്ട ഇപ്പം നമ്മൾ അവിടെയും കണ്ടിറങ്ങി. ഇപ്പോൾ ഫുള്ള് താഴെ ഇറങ്ങണം. മേലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇവിടെ കല്ലിൻ്റെ മേലെ നിൽക്കുന്ന കണ്ട കണ്ട ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ. ഇതൊക്കെ ചെന്നൈയിൽ വന്ന മഹാബലിപുരം കാണേണ്ട സ്ഥലം തന്നെയാണ്. കണ്ട ഇത് വേൾഡ് യുനെസ്കോ സൈറ്റിൻ്റെ ഇതിലാണ് കേട്ടോ. ഇത് എൻ്റെ ഉള്ളിലൊക്കെ പുറത്ത് എത്ര ചൂടാണെങ്കിലും നല്ല തണുപ്പാണ്. കണ്ട ഇവിടെ അവിടെ കണ്ട കടൽ. കണ്ട ഇത് കടലാണ്. പിന്നെ എവിടെ പോയാലും നമ്മുടെ ആൾക്കാർ കലാപ്രകടനം ഉണ്ടാകും. കണ്ട യുനെസ്കോ സൈറ്റിലെ ഒരു സാധനമാണ്. കണ്ട അവിടെ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ആൾക്കാരുടെ കലാപ്രകടനം. കണ്ട ശരിക്കും ഇതൊരു സ്പൈറൽ ഷേപ്പിലാണ് വന്നിരിക്കുന്നുണ്ട്. കണ്ട ഇതൊരു മേലെ മലയുടെ മുകളിൽ കയറി കാണേണ്ട സ്ട്രക്ചർ തന്നെയാണ് ഇത്. ഫുൾ കടലാണ്. കണ്ട ലൈറ്റ് ഹൗസിൻ്റെ ബാക്കിൽ കണ്ട അടുത്ത മണ്ഡപം. കണ്ട ഇതും നമ്മൾ അടുത്തത് പോകാൻ പോകണം അതിൻ്റെ മേലെയാണ് കേട്ടോ. അതിൻ്റെ മേലെ പോണ വഴി ഇതാണ് പോകേണ്ടത്. കണ്ട ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ പോകാൻ പോകണം കേട്ടോ. അതിൻ്റെ മുകളിൽ പോകാനുള്ള സ്റ്റെപ്പ് കണ്ട. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഒന്നി പോകാൻ പോകണം കേട്ടോ സ്റ്റെപ്പ്. അതിൻ്റെ മുകളിലേക്കാണ് പോകാൻ പോണത്.
ഫുൾ അടിപൊളി ശില്പി വർക്ക്സ് ആണ് കണ്ടോ, കല്ലുകൊണ്ട് ചെയ്ത ഇതാണ്. നിങ്ങൾ ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും വരേണ്ട സ്ഥലമാണ് മഹാബലിപുരം. അപ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങി, ചെന്നൈ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ലോക്കൽ ട്രെയിൻ പിടിക്കുക. ചെങ്കൽപ്പട്ടിക്ക് ലോക്കൽ ട്രെയിൻ പിടിക്കുക. ചെങ്കൽപ്പട്ട് ലോക്കൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് വരും. അവിടെ ഗവൺമെൻറ് ബസ് ഉണ്ടാവും. ഒരു ഗവൺമെൻറ് ബസ്സിൽ മഹാബലിപുരത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മതി. മഹാബലിപുരത്തേക്ക് പോയി ബസ് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് മഹാബലിപുരത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തും. അപ്പോൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും കാണേണ്ട സ്ഥലം തന്നെയാണ്. ഇപ്പോൾ മഹാബലിപുരം ഈ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബീച്ചിലേക്ക് പോകണം പറഞ്ഞാൽ ബീച്ച് അടുത്ത് തന്നെയുണ്ട്.